ഹലോ, ഇതാണ് മസ്ജിദ് ഖുബ. മസ്ജിദ് ഖുബയിൽ ഇത് കണ്ടോ, സാഹത്തു അർ-റിഹിബ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. കൂടുതൽ ആളുകൾക്കും ഒരുപക്ഷെ അറിയായിരിക്കാം. 18-ാം നമ്പർ. ഇവിടെ ഒരു ചരിത്ര പ്രസിദ്ധമായ സംഭവം നടന്ന ഒരു സ്ഥലമാണ് ഞാനിപ്പോൾ നിങ്ങളെ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, ഇതാ ഇവിടെ 17-ാം നമ്പർ. അപ്പോൾ ഇത് കാണാത്ത ആളുകൾ, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കാണണം. 17-ാം നമ്പർ ഗേറ്റിൻ്റെ ഭാഗത്തിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ കുടകളുണ്ട്. അപ്പോൾ ഈ കുടയല്ല പ്രധാനം, അതിനേക്കാൾ പ്രധാനം, അതായത് ലേഡീസ് നിസ്കരിക്കുന്ന ഭാഗത്തിൻ്റെ ആ സൈഡിലായിട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു സംഭവം കാണാം. ഇതാണ് ഞാൻ പറയാൻ പോകുന്ന വിഷയം. ഇവിടെ ഒരു റൗണ്ടിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ സമയമായതുകൊണ്ടാണ് നേരം കറക്റ്റ് ക്ലിയർ ഇല്ലാത്തത്. ഇത് കണ്ടങ്ങൾ, മൗഖിഉ ബിറു അരീസ് അൽ ഖാത്തം ആരിസ് വെൽ എന്ന് പറയുന്ന ഒരു സംഭവം നടന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇത്. അതായത് ഇത് ചരിത്ര പ്രസിദ്ധമായ ഒരു കിണറാണ്. മുൻ ഇസ്ലാമിക പരമായിട്ട്, അതായത് മുൻ ഇസ്ലാമിക ചരിത്രത്തിൽപ്പെട്ടത്. ഈ ഒരു കിണറിൻ്റെ പേര് മോതിര കിണർ എന്ന്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോതിരം വീണ കിണർ ഉള്ള സ്ഥലമാണ് ഇത് പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതേപോലെ തന്നെ ഇവരൊക്കെ ആയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനും അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള ഒരുപാട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ എല്ലാവരും കൂടിയും ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു മോതിരം ഈ ഒരു കിണറ്റിൽ വീണ് പോയത്. അപ്പോൾ ആ സംഭവം ഉണ്ടായ സ്ഥലമാണിത്. അതിവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ ഇവിടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടും ഉണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത് കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഇവിടെ വരികയും അത് കാണുകയൊക്കെ ചെയ്യണം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളൊക്കെ കാണാനും ഇവിടെയൊക്കെ സന്ദർശിക്കാനും ഒക്കെ അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്.